തിരുവനന്തപുരം വെള്ളനാട് ട്രഷറിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ ഇന്ന് രാവിലെയാണ് ട്രഷറിക്കുള്ളിൽ ഗ്രേഡ് SIയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏണിക്കര കളത്തറ സ്വദേശി രാജ്കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യനാട് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന സാഹചര്യം അത് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരം വെള്ളനാട് ട്രഷറിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ മരിച്ചതായി കാണപ്പെട്ടത്. എന്തെങ്കിലും ആത്മഹത്യാക്കുറിപ്പോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തിരുവനന്തപുരം വെള്ളനാട് സബ് ട്രഷറി ഓഫീസിലാണ് ഈ 52 വയസ്സുകാരനായിട്ടുള്ള ഗ്രേഡ് SIയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പകരം ഡ്യൂട്ടിക്ക് എത്തിയ ജീവനക്കാരനാണ് ഇത്തരത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമാണോ മരണകാരണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ആര്യനാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയുമായിട്ട് ഇദ്ദേഹം പിണങ്ങി കഴിയുകയാണെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഭാര്യ മലപ്പുറത്ത് ജോലി ചെയ്തു വരികയാണ്. 12 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ഇന്നലെ രാത്രി ഈ ട്രഷറി ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഈ ഇദ്ദേഹം താമസിക്കുന്ന മുറിക്കകത്ത് നിന്നും കരച്ചിൽ കേട്ടിരുന്നുവെന്ന് സമീപത്തെ കടയിലുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ചെന്ന് കതകിന് തട്ടിയെങ്കിലും തുറന്നിരുന്നില്ല. പിന്നീട് അവരത് കാര്യമാക്കാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെയാണ് ഈ പകരം ഡ്യൂട്ടി ജീവനക്കാരൻ വന്ന് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം മരിച്ച രീതിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ തറയിൽ കമിഴ്ന്ന് ബെഡ്ഷീറ്റ് മൂടി നിലയിലാണ് കണ്ടെത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, ബെഡ്ഷീറ്റ് മൂടി നിലയിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ എന്ത് കാരണത്താൽ അല്ലെങ്കിൽ മരണകാരണം പോലീസ് കണ്ടെത്തിയിട്ടില്ല. ആര്യനാട് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാട്ടാക്കട DYSP ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിൽ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തുന്നത്. ട്രഷറിക്കുള്ളിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇദ്ദേഹം മരണപ്പെട്ടതെന്ന് നിലവിൽ അറിയാൻ സാധിക്കില്ല. മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് കഴിച്ചിരുന്ന ആളോ ആണോ എന്നും വിവരങ്ങൾ ലഭ്യമല്ല. അത്തരത്തിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും രോഗമുള്ളതായിട്ടും നിലവിൽ കൂട്ടുകാർക്കോ മറ്റും അറിവില്ല. പുളുങ്കുടി ബാച്ചിലെ ഗ്രേഡ് SI ആണ് ഇദ്ദേഹം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇത്തരത്തിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ട്രഷറിയിൽ എടുക്കുന്നത്. വീട്ടിൽ പോകാറില്ല. വീടുകാരുമായിട്ട് ഭാര്യയുമായിട്ട് പിണക്കത്തിലാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മരണകാരണം നിലവിൽ അന്വേഷണം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിനോദ്, തിരുവനന്തപുരം വെള്ളനാട് ട്രഷറിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയായിരുന്നു ട്രഷറിക്കുള്ളിൽ ഗ്രേഡ് SI ആയിട്ടുള്ള ഏണക്കര കളത്തറ സ്വദേശി രാജ്കുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യനാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.